കേരളത്തിൽ തിരഞ്ഞെടുപ്പ് പോരാട്ടം അതിന്റെ മൂർധന്യാവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീയതി പ്രഖ്യാപിച്ചത്. ഇതോടെ ആവേശം കർട്ടൻ മാറ്റി പ്രത്യക്ഷപ്പെട്ടു. സ്ഥാനാർത്ഥികൾ അവരവരുടെ വാർഡുകളിൽ സജീവമായി ഇടപെട്ട് കഴിഞ്ഞു. കേരളത്തിൽ ഏറ്റവും അധികം വാർഡുകളുള്ള തദ്ദേശ സ്ഥാപനമാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വീറും വാശിയും നടക്കുന്ന ഇടമാണ് തലസ്ഥാനം. കോർപ്പറേഷൻ പിടിക്കാൻ BJP ഇറങ്ങുമ്പോൾ ഭരണം പിടിക്കാനുള്ള ഓട്ടത്തിലാണ് ഇടതുപക്ഷം. മൂന്നാം സ്ഥാനത്ത് നിന്ന് ഒരു തിരിച്ചുവരവ് കോൺഗ്രസും ഉന്നം വയ്ക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികൾ എന്തായാലും കളം പിടിക്കാനുള്ള നീക്കം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തിങ്കളാഴ്ചയാണ് ഇടതുപക്ഷം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. തൊട്ടു പിന്നാലെ സ്ഥാനാർത്ഥികൾ കൂട്ടത്തോടെ മുതിർന്ന നേതാവ് AK ആന്റണിയുടെ വസതിയിലെത്തി. അനുഗ്രഹം തേടുവാനാണ് സ്ഥാനാർത്ഥികൾ ആന്റണിയെ കണ്ടത്. സിനിമാ താരം പൂജപ്പുര രാധാകൃഷ്ണനും അവിടെ LDFിനു വേണ്ടി മത്സരിക്കുന്നുണ്ട്. BJP സ്ഥിരമായി വിജയിക്കുന്ന ജഗതി വാർഡിലാണ് ഈ സിനിമാ നടൻ മത്സരിക്കുന്നത്. കേരള കോൺഗ്രസ് Bയുടെ സ്ഥാനാർത്ഥിയാണ് പൂജപ്പുര രാധാകൃഷ്ണൻ. മന്ത്രി ഗണേഷ് കുമാറാണ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത്. എന്തായാലും രാവിലെ വാതിൽ തുറന്ന ആന്റണി ഇടതുപക്ഷ സ്ഥാനാർത്ഥികളുടെ നീണ്ട നിര കണ്ട് ആദ്യം ഒന്ന് അമ്പരന്നു. പിന്നാലെ വന്ന് കണ്ടതിൽ സന്തോഷമുണ്ടെന്ന് മാത്രം പ്രതികരിച്ചു. അനുഗ്രഹിക്കാൻ സാധിക്കില്ലെന്നും താൻ ഒരു കോൺഗ്രസ്സുകാരനാണെന്നും ക്ഷമിക്കണമെന്നും ആന്റണി പറഞ്ഞു. രസകരമായ ആ കൂടിക്കാഴ്ചയുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം. കാണാമെന്നേ ഉള്ളൂ. സന്തോഷം. ശരി, താങ്ക് യു. എല്ലാം നല്ലത് വളരെ ഇഷ്ടമായിട്ട്. ഞാൻ കോൺഗ്രസ്സുകാരാണ്. കോൺഗ്രസ്സുകാരാണ്. എനിക്ക് അനുഗ്രഹിക്കാൻ പറ്റില്ല. എനിക്ക് ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു ആശംസകൾ മാത്രം. ആശംസ പറയാൻ പാടില്ല. അതും പറ്റുന്നില്ല. ജനാധിപത്യമല്ലേ, ആരോഗ്യകരമായ മത്സരം. ആരോഗ്യകരമായ മത്സരം വേണം. സ്ഥാനാർത്ഥികൾ വന്ന് കാണുന്ന ഒരു സന്തോഷമാണ് അല്ലേ? ഒരു ജനാധിപത്യത്തിൽ ഒരു നല്ല ഇതാണല്ലോ അല്ലേ? എനിക്ക് രാഷ്ട്രീയ ശത്രുക്കളില്ല, എതിരാളികളേ ഉള്ളൂ. ഇവര് അങ്ങനെ എതിരാളികളുമല്ല. കാരണം ബാലകൃഷ്ണപിള്ള എൻ്റെ കൂടെ ക്യാബിനറ്റിൽ ആദ്യമായിട്ടുള്ളതാണ്. ഗണേശ് എൻ്റെ കൂടെ ക്യാബിനറ്റുള്ളതാണ്. അവർ കുടുംബമായിട്ട് അടുപ്പുള്ളവരാണ്. അതെൻ്റെ വ്യക്തിപരമായ സ്നേഹമാണ്. പക്ഷേ ഞാൻ പറഞ്ഞു രാഷ്ട്രീയമല്ല, ഞാൻ കോൺഗ്രസ്സുകാരനുണ്ട്. ഞാൻ സത്യം ഫ്രാങ്കായിട്ട് പറഞ്ഞു, ഞാൻ കോൺഗ്രസ്സുകാരനാണല്ലോ. കോൺഗ്രസ്സുകാരില്ലാത്ത ഒരാളെ ഇലക്ഷൻ അനുഗ്രഹിക്കുന്നത് ശരിയല്ലോ. അതുകൊണ്ട് കണ്ടതിന് സന്തോഷം. ശരി. എങ്ങനെയുണ്ട് സാർ ഇലക്ഷൻ മൂഡ്? ഇലക്ഷൻ തുടങ്ങിയല്ലേ ഉള്ളൂ. പട്ടികയൊക്കെ കണ്ടപ്പോ എന്താ സാറേ തോന്നിയത്? നല്ല സെമി ഫൈനൽ നിർണായകമാണ്. ഇപ്പം അതും വേണ്ട. ഓക്കെ, റൈറ്റ്.